ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഏവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമുള്ള ഒരു ഞായറാഴ്ച കൂടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ദേശീയോപ്പച്ചന്റെ വചനം പഠിക്കുക, ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ വലിയൊരു ഭാഗ്യമാണ്. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലൂടെ നിങ്ങൾക്ക് അത് കഴിയുന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. ഒത്തിരി കൂട്ടുകാര് എക്സൽ ഓൺലൈനിലൂടെ ഓൺലൈൻ സൺഡേ സ്കൂൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദൈവവചനം പഠിക്കുന്നു. നമുക്ക് ഈ സിറ്റുവേഷനിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് നമ്മൾ റെഗുലറായി നിരന്തരമായി പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം പഠിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ കൃപയിൽ അടിയങ്ങളെ പുതിയമാറാകണം. ദൈവവചനം പഠിപ്പിക്കാൻ അടിയനെ ബലപ്പെടുത്തണമേ, പഠിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ദൈവം എസ്തേറിനെ രാജസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വസ്തി രാജ്ഞിക്ക് പകരം രാജ്ഞിയായി അഭിഷേകം ചെയ്തു കഴിഞ്ഞു, ഇല്ലേ? മൊർദെഖായി എവിടെയാണ്? വാതിൽ കാവൽക്കാരനായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോ രാജാവിന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്തു? മൊർദെഖായി ചെയ്തു. എന്താണ്? രാജാവിനെ കൊല്ലുവാൻ ആളുകൾ ഗൂഢാലോചന നടത്തുന്നത് മൊർദെഖായി എന്ത് ചെയ്തു? എസ്തേർ മുഖാന്തരം രാജാവിനെ അറിയിപ്പിച്ചു. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. രാജാവ് വളരെ ശാന്തനായി, വളരെ സന്തോഷവാനായി ജീവിക്കുന്നു. ഈ എസ്തേർ രാജ്ഞി എന്ന പദം അലങ്കരിച്ചുകൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷകരമായ ജീവിതം. ഇതിനൊപ്പം തന്നെ ഹാമാൻ എവിടെയാണ്? ഹാമാന് ദൈവം രാജാവ് പുതിയ പുതിയ പൊസിഷനുകളൊക്കെ കൊടുത്ത് രാജാവിനേക്കാൾ അല്പം മാത്രം താഴ്ത്തി ബാക്കിയുള്ള എല്ലാവരെക്കാളിലും അല്പം ഉയർത്തി തന്നെ രാജാവിന്റെ അടുത്ത് തന്നെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു അധികാരം എന്ത് ചെയ്തു? ഹാമാന് കൊടുത്തു. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനിയായി മാറി ആര്? ഹാമാൻ. അങ്ങനെ ജീവിച്ചു വരികയാണ്, അല്ലെ? ഇന്നും ഒരു നമ്മൾ പഠിക്കാം. അന്ന് അങ്കിൾ പറഞ്ഞിരുന്നു എസ്തേറിന് ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചത് എന്ന് നമ്മൾ ഇന്നുള്ള ദിവസങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നത്തെ അത് പഠിക്കാനായിട്ട് പോവുകയാണ്. എസ്തേറിന് ദൈവം എന്ത് ചെയ്യുന്നു? രാജസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ വസ്തി രാജ്ഞിക്ക് പകരം ദൈവം എന്ത് ചെയ്തു? അവിടെ ആക്കുന്നു. ആരുടെ ഭാര്യയായി? അഹസ്വേരോശ് മഹാരാജാവിന്റെ ഭാര്യയായി, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ എല്ലാം റാണിയായി ഇവിടെ വാഴുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. പെട്ടെന്ന് ഹാമാന്റെ കുബുദ്ധിയിൽ തോന്നിയ ഒരു ചിന്ത. എന്തുകൊണ്ടാണ് ഹാമാന് ചിന്തിക്കാൻ കാരണമെന്നറിയാമോ? ഈ എല്ലാ ആളുകളും ഹാമാനെ രാജാവ് ഇത്രത്തോളം ഉയർത്തി കഴിഞ്ഞപ്പോ എല്ലാ ആളുകളും ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കുകയും ഹാമാനോട് ഭയങ്കരമായ ആരാധനയൊക്കെ ആളുകൾ കാണിക്കാൻ തുടങ്ങി. എല്ലാവരും കുമ്പിട്ട് നമസ്കരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഹാമാന് ഭയങ്കര സന്തോഷമായി. ഹാമാൻ എന്തൊക്കെയോ ആണ്, അവന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ചിന്തകളൊക്കെ ഉണ്ടായി. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ പക്ഷെ ഒരു മനുഷ്യൻ മാത്രം എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ നമസ്കരിക്കുന്നില്ല. ഹാമാനെ നമസ്കരിക്കുന്നില്ല, ഹാമാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. സാധാരണഗതിയിൽ തന്നെ അവൻ എന്ത് ചെയ്യുക? ജീവിച്ചു പോവുക. ഇത് കാണും തോറും ഈ മനുഷ്യൻ, അതായത് ഈ മനുഷ്യന്റെ പേരെന്താണ്? മൊർദെഖായി, രാജാവിന്റെ വാതിൽക്കൽ ജോലി ചെയ്യുന്ന ആളാണ്. ഈ മനുഷ്യൻ മാത്രം ഹാമാനെ കുമ്പിടുന്നില്ല, നമസ്കരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഇത് കാണുമ്പോൾ ഹാമാന്റെ മനസ്സിൽ ഭയങ്കര ദേഷ്യം ആരോടുണ്ടായി? മൊർദെഖായിയെ കുറിച്ച് ഹാമാന്റെ മനസ്സിൽ ഉണ്ടായി. ഹാമാൻ രാജാവിനെ കണ്ടി സ്വല്പം മാത്രം താഴെ അധികാരമുള്ള മനുഷ്യനാണ്. ഹാമാൻ ആ രാജ്യത്തെ മിക്കവാറുമുള്ള എല്ലാ അധികാരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. ഹാമാൻ എന്ത് ചെയ്തു? തന്റെ ചിന്തകളും തന്റെ ആൾബലവും അന്വേഷണ ബലവും ഒക്കെ ഉപയോഗിച്ച് ഹാമാൻ എന്ത് ചെയ്തു? ഈ മൊർദെഖായി ആരാണെന്ന് അന്വേഷിച്ചു, രഹസ്യമായി അന്വേഷിച്ചു. രാജാവിന് മൊർദെഖായിക്ക് മനസ്സിലായി ഇവനൊരു യഹൂദനായ മനുഷ്യനാണ്, വ്യത്യസ്തമായ ഒരു ജീവിത രീതി പുലർത്തുന്ന ഒരു മനുഷ്യനാണ്, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്നെ ആരാധിക്കാത്തത് എന്ന് ഹാമാന് മനസ്സിലായി. മൊർദെഖായി തന്റെ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഹാമാന്റെ മനസ്സിൽ പക കൂടി വന്നു. അങ്ങനെ ഹാമാൻ ആലോചിച്ചു എങ്ങനെ ഇവനെ കൊല്ലാം. പക്ഷേ ഈ മൊർദെഖായി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് രാജാവിന്റെ. നേരിട്ട് മൊർദെഖായിയെ കൊല്ലാമെന്ന് പറഞ്ഞാൽ രാജാവ് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് ഹാമാൻ വളരെ തന്ത്രപരമായ ഒരു ചിന്ത ചിന്തിച്ചു. അങ്ങനെ ഹാമാന്റെ കുതന്ത്രമായ ബുദ്ധിയിൽ രാജാവിന്റെ അടുക്ക് യഹൂദന്മാരെ കുറിച്ച് തെറ്റായ കുറെ വാർത്തകൾ പറഞ്ഞു കൊടുത്തു. രാജാവിനെ അങ്ങനെ കൺവിൻസിങ് ചെയ്യാനായിട്ട് ഹാമാന് കഴിഞ്ഞു. അങ്ങനെ ഹാമാൻ പറഞ്ഞു, ഈ ജനതയെ അല്ലെങ്കിൽ ഈ മനുഷ്യരെ
ആധാർ മാസം അല്ലെങ്കിൽ 12-ാം മാസം 13-ാം തീയതി നമുക്ക് കൊന്നുകളയാം. രാജാവിന്റെ അധീനതയിൽ വരുന്ന ഈ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സ്ഥലങ്ങളിലെ എല്ലാ യഹൂദന്മാരെയും ഒറ്റ ദിവസം ആധാർ മാസം അല്ലെങ്കിൽ 12-ാം മാസം 13-ാം തീയതി കൊന്നുകളയാം എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ രാജാവ് പറഞ്ഞു ശരി, അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞ് രാജാവ് സമ്മതിക്കുകയും ചെയ്തു. രാജാവിന്റെ സമ്മതം കിട്ടിയപ്പോൾ തന്നെ ഹാമാൻ എന്ത് ചെയ്തു? ഈ ഓർഡർ എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു. വളരെ വേഗത്തിൽ തന്നെ ഈ വാർത്ത എല്ലാവരുടെയും കയ്യിലെത്തി. കൂട്ടത്തിൽ മൊർദെഖായിയുടെ കരങ്ങളിലും എത്തി. മൊർദെഖായി ഇത് കേട്ടപ്പോൾ തന്നെ ഞെട്ടി കരയാനായിട്ട് തുടങ്ങി. ഭയങ്കര വിഷമമായി മൊർദെഖായിക്ക്. കാര്യം താൻ കാരണം തന്റെ സമൂഹ ജനത്തെയും ഈ ഹാമാൻ കൊല്ലുവാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്. ദൈവജനത്തെ കൊല്ലുവാൻ ഹാമാൻ എന്ത് ചെയ്തു? പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹാമാൻ എന്ത് ചെയ്യും? തന്നെ കൊല്ലും. പ്രത്യേകിച്ച് ഹാമാന് ഈ മൊർദെഖായിയോടുള്ള ദേഷ്യം കൂടുതലുള്ളതുകൊണ്ട് ഹാമാൻ എന്ത് ചെയ്തു? ഒരു കഴുകുമരം തന്നെ മൊർദെഖായിയെ കൊല്ലാൻ സ്വന്തം വീട്ടിൽ എന്ത് ചെയ്തു? പണിയിച്ചു. എങ്ങനെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മൊർദെഖായിയെ തൂക്കി കൊല്ലുവാനായിട്ട് ഒരു കഴുകുമരം തന്നെ, അല്ലെങ്കിൽ ആളുകളെ തൂക്കിക്കൊല്ലുന്ന ഒരു മരം ഹാമാൻ തന്റെ വീട്ടിൽ പണി കഴിപ്പിച്ചു. ആരെ കൊല്ലാൻ? തനിക്ക് വിരോധിയായ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ദൈവത്തെ മാത്രം അനുസരിക്കുന്ന ഒരു മനുഷ്യനായ മൊർദെഖായിയെ കൊല്ലുവാനായിട്ട് ഹാമാൻ ഒരു കഴുകുമരമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിരിക്കും. ഇതറിഞ്ഞപ്പോഴത്തേക്ക് ദൈവജനങ്ങൾ എന്താ ചെയ്തു? രാജാവ് കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ചേക്കുക. ഈ ദൈവജനങ്ങളെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവരെല്ലാം കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മൊർദെഖായി ഈ കാര്യം ആരോട് പറഞ്ഞു? രാജ്ഞിയായിരിക്കുന്ന എസ്തേറിനോട് പറഞ്ഞു. എസ്തേർ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് രാജാവിന്റെ അടുത്ത് നേരിട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ധൈര്യം സംഭരിച്ച് രാജാവിന്റെ അടുക്കലോട്ട് അങ്ങ് പോകാം. വെറുതെ കയറി രാജാവിന്റെ അടുക്കലേക്ക് പോകാൻ പറ്റുമോ? രാജാവ് ആരോടെ അവിടെ കയറി വരുന്നവരെ കൊന്നേക്കാൻ പറയും. ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ട് വരാൻ തന്നെയാണ് വസ്തി രാജ്ഞിയെ രാജസ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്ത് മാറ്റിയത്. അങ്ങനെ ഇരിക്കുമ്പോ രാജാവിന്റെ അടുക്കലോട്ട് വെറുതെ വലിഞ്ഞു കയറിയ രാജാവിന് ഇഷ്ടപ്പെടത്തില്ല. രാജാവ് എന്ത് ചെയ്യും? വേണേ തലവെട്ടിക്കളയാൻ തന്നെ എന്ത് ചെയ്യും? പറയും. അതുകൊണ്ട് എസ്തേറിന് അത് ആ അപകടം അറിയാവുന്നത് കൊണ്ട് എസ്തേർ എന്ത് ചെയ്തു? നിങ്ങൾ എല്ലാവരും, ദൈവജനം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ആ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? രാജാവിന്റെ അടുക്കൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൊർദെഖായി എസ്തേർ പറഞ്ഞതനുസരിച്ച് മൊർദെഖായി എല്ലാ ആളുകളോടും എന്ത് ചെയ്തു? എല്ലാ യഹൂദന്മാരോടും ദൈവജനത്തോടും എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാനായിട്ട് മൊർദെഖായി പറഞ്ഞു. മൊർദെഖായി പറഞ്ഞതനുസരിച്ച് എല്ലാവരും എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ രാജാവ് നോക്കുമ്പോൾ എസ്തേർ വാതിൽക്കൽ നിൽക്കുന്നു. കയറി വരാൻ പറഞ്ഞു. എസ്തേറിനോട് ചോദിച്ചു, എന്ത് പറ്റി? നിന്റെ സങ്കടം എന്താണെങ്കിലും നീ പറ, ഞാൻ വളരെ സന്തോഷവാനായിട്ടിരിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? എസ്തേർ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഇന്ന് രാജാവും ഹാമാനും ഒക്കെ എന്ത് ചെയ്യണം? തന്റെ വിരുന്ന് കഴിക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞു. എസ്തേർ രാജാവ് വിളിച്ചപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. തന്റെ ഏറ്റവും പ്രിയതമയായ ഭാര്യയാണ് ആരെ? ഈ എസ്തേർ. അപ്പൊ എസ്തേർ വിളിച്ചു കഴിഞ്ഞപ്പോ രാജാവിന് ഭയങ്കര സന്തോഷം. രാജാവ് എന്ത് ചെയ്തു? ഹാമാനെയും കൂട്ടി എസ്തേറിന്റെ വീട്ടിലെ വിരുന്നിന് പോയി. എസ്തേറിന്റെ വിരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവ് എസ്തേറിനോട് പറഞ്ഞു, എസ്തേർ നിനക്ക് എന്താ വേണ്ടത്? എന്റെ രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് തരാം, ഞാൻ വളരെ സന്തോഷവാനാണ്. എസ്തേർ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, അങ്ങ് അടുത്ത ദിവസം എന്ത് ചെയ്യണം? വരണം. അപ്പൊ രാജാവ് പറഞ്ഞു, ഹാമാൻ വരട്ടെ എന്ന് പറഞ്ഞ് ഹാമാനോട് പറഞ്ഞു. ഹാമാന് ഭയങ്കര സന്തോഷമായി. കാര്യം രാജാവിന്റെ രാജ്ഞി ഒരുക്കുന്ന വിരുന്ന് കഴിക്കാൻ ഒരു ക്ഷണം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അങ്ങനെ ഹാമാനും ഭയങ്കര സന്തോഷമായി. ഹാമാൻ ഇതിനിടയ്ക്ക് ആകപ്പാടെ ദേഷ്യം. പിന്നെ മൊർദെഖായിയെ കാണുമ്പോൾ മാത്രമുള്ള ഹാമാന ദേഷ്യം. ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തിന്റെ ദിവസങ്ങളാ. കാര്യം രാജസ്ഥാനത്തേക്ക് എടുത്തുന്നു, രാജാവിന് തൊട്ടടുത്ത പദവി കിട്ടുന്നു, എല്ലാ ഉദ്യോഗസ്ഥരെക്കാൾ ഏറ്റവും ഉയരങ്ങളിലെത്തുന്നു. ഇപ്പൊ രാജാവ് തന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. എവിടെ? റാണിയുടെ കൂടെ ആഹാരം കഴിക്കാൻ. ഏറ്റവും സന്തോഷകരമായ അവസരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അടുത്ത ദിവസം വന്നപ്പോ എസ്തേർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്കൊരു സങ്കടമുണ്ട്. എസ്തേർ ചോദിച്ചു, എന്താണ്? ഞങ്ങളുടെ ജനങ്ങളെ എല്ലാം എന്ത് ചെയ്യാൻ പോവാ? കൊല്ലാനായിട്ട് പോവുകയാണ്. രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് പിൻവലിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് എസ്തേർ തന്റെ കരച്ചില് എന്ത് ചെയ്തു? തന്റെ സങ്കടം എന്ത് ചെയ്തു? രാജാവിനോട് പറഞ്ഞു. രാജാവിനോട് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, അയ്യോ അതെന്തൊരു പരിപാടിയാ? എന്നിട്ട് രാജാവ് ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് പോയപ്പം രാജാവ് പുറത്തേക്ക് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോലെ കണ്ടപ്പോ ഹാമാന് മനസ്സിലായി രാജാവ് എന്തൊക്കെയോ അനർത്ഥങ്ങൾ തനിക്കെതിരെ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ രാജാവ് വന്ന് എന്നെ പിടിച്ച് ജയിലിടാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്ന ഹാമാനാണ്. പക്ഷേ ഇപ്പൊ രാജാവിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു മനുഷ്യനായി ആര് മാറി?
ഈ ഹാമാൻ മാറി. രാജാവ് പെട്ടെന്ന് അവിടെ നിന്ന് വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അവിടുന്ന് രാജാവ് പുറത്തേക്ക് ഉദ്യാനത്തിലൊക്കെ പോയി ഇങ്ങനെ ചിന്തിച്ച് എന്താണ് ഇതിന് ചെയ്യാനുള്ളത് എന്ന് ചിന്തിച്ച് തിരിച്ചു വന്നപ്പം നോക്കിയപ്പോ രാജാവ് വെളിയിലോട്ട് പോയപ്പോ ഹാമാൻ അറിയാം ഇനി രാജാവ് വന്ന് ശിക്ഷിക്കും. പിന്നെ രക്ഷിക്കാൻ ഇനി ഒറ്റ ഓപ്ഷൻ ആർക്കാ ഉള്ളത്? എസ്തേർ രാജ്ഞിക്കാണ്. എസ്തേർ രാജ്ഞി ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്തു? ഹാമാൻ വന്ന് രാജ്ഞിയുടെ അടുത്തോട്ട് വരുന്നതും രാജാവ് അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. രാജാവ് നോക്കിയപ്പോ ഹാമാൻ എവിടെ ഇരിക്കുക? രാജ്ഞി ഇരിക്കുന്നിടത്തോട്ട് കയറിയിരിക്കാനായിട്ട് പോകുന്നു. രാജാവിന് ഭയങ്കര ദേഷ്യമായി. രാജാവ് പറഞ്ഞേ, ഞാൻ ഇരിക്കുമ്പോ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഭാര്യയെ പിടിക്കാനായിട്ട് പോകുന്നു എന്ന്, റാണിയെ പിടിക്കാൻ പോകുന്നു എന്നൊക്കെ, രാജ്ഞിയെ പിടിക്കാൻ പോകുന്നു എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചതും അവിടെ ഇന്ന് പടയാളികൾ ചാടിക്കയറി ഹാമാനെ അങ്ങ് പിടിച്ചു. ഹാമാനെ പിടിച്ചു. രാജാവ് പറഞ്ഞു, ഇവന് ഒരു കാര്യം ഞാൻ കൊന്നേക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഉള്ളൊരു ഭൃത്യം പറഞ്ഞു, രാജാവേ, ഇവൻ മൊർദെഖായിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുകൊണ്ട് മൊർദെഖായിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിന്റെ കൂട്ടത്തിൽ ഇവരെന്ത് ചെയ്തു? ഈ മൊർദെഖായിയെ തൂക്കിക്കൊല്ലാനായുള്ള കഴിവുമരം അവൻ തന്നെ എന്ത് ചെയ്യുക? ഈ ഹാമാൻ തന്നെ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട്. രാജാവ് പറഞ്ഞു, ഇങ്ങനാപ്പിന് ഒന്നും ആലോചിക്കണ്ട, അവനെ ആ മരത്തിൽ തന്നെ എന്ത് ചെയ്യുക? തൂക്കിക്കൊന്നേക്കാൻ പറഞ്ഞു. നോക്കണമേ, ദൈവജനത്തെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തതാണ് ആര്? ഈ ഹാമാൻ. എവിടെ? സ്വയം വീട്ടിൽ എന്ത് ചെയ്യുക? ഒരു കഴിവുമരമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചേക്കോ. ആരെയാ? തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ദൈവ വൈതലായ മൊർദെഖായിയെ കൊല്ലുവാനായിട്ട്. നോക്കണേ, അവര് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എങ്ങനെയാ അതിന്റെ റിസൾട്ട് മാറിയതില്ലേ? രാജാവിന്റെ കൽപ്പന ഒരിക്കലും മാറാത്ത ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും രാജാവിന്റെ ആ കൽപ്പനയെ തിരുത്തി എഴുതുവാൻ ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു. അതൊരു വലിയ ശാന്തത ഉണ്ടാക്കി, ഇല്ലേ? ആ ഒരു വലിയ നിയമം മാറ്റി എഴുതപ്പെട്ടു. കൊല്ലണമെന്ന് വിചാരിച്ച ശത്രു എന്ത് ചെയ്തു? സ്വയം മരണപ്പെടുവാനായിട്ട് ഇടയായി. അപ്പൊ എന്റെ പ്രിയ മക്കളോട് അങ്കിളിന് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നതിനെക്കാട്ടിൽ മുമ്പിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക? ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അതിനെ തരണം ചെയ്യാൻ ഏത് നിയമങ്ങളെയാണേലും ഏത് വിധികളെയാണേലും മാറ്റി എഴുതുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. കരഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങള് ദൈവവചനത്തിൽ കേട്ടതുപോലെ ദൈവം നിന്റെ വലിയ കൃപ ഇസ്രായേൽ ജനത്തോടൊപ്പം ഉണ്ടായിരുന്നതുപോലെ ഞങ്ങളോടും ഉണ്ടായിരിക്കുമാറാണ് കർത്താവ്. ഞങ്ങൾക്ക് വേണ്ടി നീ സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗാഡ് ബ്ലസ് യു.